അങ്ങനെ വിശുദ്ധമാവുന്ന ആളുകളുടെ ഹൃദയത്തിലേക്കാണ് ഖുർആൻ എളുപ്പത്തിൽ വരിക. അതുകൊണ്ടാണ് ഞാൻ ആദ്യം സൂചിപ്പിച്ചത്, ഈ കുട്ടികളെ സംബന്ധിച്ചിടത്തോളം അവർക്ക് പ്രായപൂർത്തി എത്തുന്നതിൻ്റെ മുമ്പ് ഖുർആൻ ഹിഫ്ള് ചെയ്യുക എന്നുള്ളത് ഒരു അത്ഭുതകരമായ സംഗതിയൊന്നുമല്ല. അത് ഖുവ്വത്ത് ഹാഫിള്, അതിൻ്റെ ശക്തി എത്ര ഉണ്ടോ അതനുസരിച്ച് ചിലപ്പോൾ 1 മാസമോ അല്ലെങ്കിൽ 2 മാസമോ 3 മാസമോ 1 വർഷമോ 3 വർഷമൊക്കെ എടുക്കേണ്ടി വരും. ഇവിടെ നമ്മൾ ശ്രദ്ധിക്കേണ്ട ഒരു സംഗതി എന്താണെന്ന് ചോദിച്ചാൽ, വിശുദ്ധമായ ഖുർആൻ ഹിഫ്ള് ചെയ്യപ്പെട്ടാൽ ആ ഖുർആൻ്റെ ഹിഫ്ളിനോടും ഖുർആനോടൊക്കെ എതിരാവുന്ന പ്രവൃത്തികൾ നമ്മളിൽ നിന്നുണ്ടാവാൻ പാടില്ല. മഹാന്മാരാവുന്ന മശായിഖന്മാരിൽ പെട്ടതായ ഒരാൾ അവരുടെ ഷെയ്ഖിനോട് ചെന്ന് പറഞ്ഞു, എന്താ, ഇന്നി റഅയ്തു കഥ വകഥ. അത് സംഗതി എന്താണെന്ന് ഞാൻ പറയണില്ല, ഇന്ന വസ്തുവിനെ ഞാൻ കണ്ടു. ഫഅജബനി, അത് എന്നെ അത്ഭുതപ്പെടുത്തി. മാത്രമല്ല അതിനോടുള്ള ആ താല്പര്യം എൻ്റെ മനസ്സിൽ നിറഞ്ഞിരിക്കുകയാണെന്ന് പറഞ്ഞു. അപ്പോൾ ആ ഉസ്താദ്, ആ ഷെയ്ഖ്, ആ ശിഷ്യനാവുന്ന ആളോട് പറഞ്ഞത് എന്താണെന്നറിയോ? സതറാഖിബഹു, എടോ അതിൻ്റെ നാശം പിന്നീട് നീ അനുഭവിക്കുന്ന. അങ്ങനെ കുറേ കാലം കഴിഞ്ഞപ്പോൾ ഫനുസിയൽ ഖുർആൻ എന്നാണ്. അദ്ദേഹം ഖുർആൻ മറപ്പിക്കപ്പെട്ടു അദ്ദേഹത്തിലേക്ക്. കാരണം ഖുർആന്റെ വിശുദ്ധിയോട് യോജിക്കുന്നതൽക്കുള്ള ഒരു അവസ്ഥ അല്ല മൂപ്പര് പറഞ്ഞത്. മൂപ്പര് കാണപ്പെട്ട ആ സാധനവും ആ കാണപ്പെട്ട വസ്തു മൂപ്പരെ അത്ഭുതപ്പെടുത്തിയതാണ്. ആ കാണപ്പെട്ട വസ്തു മൂപ്പരെ ഹൃദയത്തിൽ നീങ്ങി പോണില്ല. ഷെയ്ഖിനോട് വന്ന് പറഞ്ഞപ്പോൾ ഷെയ്ഖ് എന്താ പറഞ്ഞതെന്നറിയോ? സതറാഖിബഹു, അതിൻ്റെ നാശം പിന്നീട് നീ അനുഭവിക്കുന്ന. അപ്പോൾ വിശുദ്ധ ഖുർആൻ ഹിഫ്ള് ചെയ്യപ്പെടുമ്പോൾ ആ ഖുർആൻ മറപ്പിക്കപ്പെടാതിരിക്കാനുള്ള ആവശ്യമായ നിലക്കുള്ള വിശുദ്ധി കുട്ടികളിൽ ഉണ്ടാവണം. അവരാത്മാവിനെ വിശുദ്ധമാക്കണം, അവരെ സർവ്വ അവയവങ്ങളും വിശുദ്ധാക്കണം. പോരാ, ആ ഖുർആന്റെ ഹിഫ്ള് അവരെ ഹൃദയത്തിൽ നിലനിർത്തപ്പെടാൻ ആവശ്യമാവുന്നതായ സംഗതികളൊക്കെ വരുന്നുണ്ടാവണം. അതുകൊണ്ടാണ് ഖുർആൻ ഹിഫ്ള് ചെയ്യപ്പെട്ട് പിന്നെ വേറെ ഏതെങ്കിലും ആ മേഖലയിൽ തിരിഞ്ഞു പോയാൽ അത് മറപ്പിക്കപ്പെടാൻ അത് സാധ്യതയുണ്ട്. അതുകൊണ്ടാണ് ഇവിടുന്ന് പഠിപ്പിക്കപ്പെടുന്ന കുട്ടികൾ, ഇവിടുന്നല്ല, ഇപ്പോൾ ഖുർആൻ ഹിഫ്ള് ചെയ്യപ്പെടുന്ന സർവ്വ സ്ഥാപനങ്ങളിലും നമ്മൾ പറയുന്നത് എന്താണെന്ന് ചോദിച്ചാൽ, ഖുർആൻ ഹിഫ്ള് ചെയ്യപ്പെട്ടാൽ എന്നുള്ളത് ആ കുറഞ്ഞ ചെറുപ്രായത്തിലൊരു വലിയ അത്ഭുതമല്ല. ഹിഫ്ള് ചെയ്യപ്പെട്ടാൽ ആ ഹിഫ്ള് നിലനിർത്തപ്പെടണം. അത് നിലനിർത്തപ്പെടാൻ ആവശ്യമാവുന്ന സംവിധാനമാണ് തുടർ പഠനം എന്നുള്ളത്. അപ്പം ദീനിയായ ഉലൂമുകളുമായുള്ളതായ ആ പഠനം അതെന്താവണം? അത് തുടർന്നുകൊണ്ടിരിക്കണം. അത് തുടർന്ന് അതിൻ്റെ നിന്ന് കോഴ്സുകളൊക്കെ പൂർത്തിയാക്കിയാലും പിന്നെയും ഖുർആനുമായി കൊണ്ട് ബന്ധപ്പെട്ട് ജീവിക്കുകയും ഖുർആന്റെ ഹിഫ്ളിനോട് എതിരാവുന്നതായ എന്തെങ്കിലും മോശമാവുന്നതായ സംഭവങ്ങൾ അവരിൽ നിന്ന് വരുന്നതിന് തൊട്ട് അവൻ്റെ ശരീരത്തിൽ, അവൻ്റെ കാതിനെ അവൻ സൂക്ഷിക്കണം, അവൻ്റെ മൂക്കിൽ അവൻ സൂക്ഷിക്കണം, അവൻ്റെ കണ്ണിനെ സൂക്ഷിക്കണം, അവൻ്റെ സർവ്വ അവയവങ്ങളെയും അവൻ സൂക്ഷിക്കണം. അതോടൊപ്പം ഒരു മനുഷ്യൻ എന്നുള്ള നിലക്ക്, സാധാരണ മനുഷ്യൻ എന്നുള്ള നിലക്ക്, അമ്പിയാക്കന്മാരെ പോലല്ലോ ഓ സിൻഫുൻ മഫ്തൂറുൽ ഇൻസിലാഖ് മിനൽ ഖാദുറാത്തിൽ ബശരിയ എന്ന് പറഞ്ഞ് ആ നിലക്കുള്ള ഒരു ഫിത്രത്ത് അത് നമ്മൾക്കില്ല. അപ്പം നമ്മൾക്കൊക്കെ അല്ലാഹു സുബ്ഹാനഹു വ തആല നിക്ഷേപിക്കപ്പെട്ട ഫിത്രത്ത് അതൊരു സാധാരണ സ്വഭാവത്തിലുള്ളൊരു ഫിത്രത്താണ്. അപ്പം അതിനെ ഇബാദത്തുകളെ കൊണ്ട് നമ്മൾ ധന്യമാക്കി ആ ഫിത്രത്തിനെ ശുദ്ധീകരിച്ചെടുക്കാൻ വേണ്ടി നമ്മൾ ശ്രമിക്കണം. പക്ഷേ ചില സമയത്ത് ചില അപാകതകളോ അല്ലെങ്കിൽ ചില തെറ്റുകളൊക്കെ സംഭവിക്കാം. അങ്ങനെ സംഭവിച്ചാൽ തന്നെ ഉടനെ അതിൽ നിന്ന് പക്ഷാതാപിച്ച് പിന്നീടും ആ വിശുദ്ധി ഉണ്ടാക്കുന്നതായ കാര്യങ്ങളിൽ തുടർന്നുകൊണ്ടിരിക്കണം. അപ്പം അതുകൊണ്ട് മഹാന്മാരാവുന്ന അമ്പിയാക്കന്മാർ, ആ അമ്പിയാക്കന്മാർ നമ്മുടെ ഏറ്റെടുത്ത ഒരു വലിയ ദൗത്യം, ആ ദൗത്യം നിർവഹിക്കുന്നവരാണ് പണ്ഡിതന്മാരെന്ന് മനസ്സിലാക്കി ഇവിടുന്ന് ഖരീജികളാവുന്ന സനത് വാങ്ങിപ്പോകുന്നതായ കുട്ടികളോടൊക്കെ പറയാനുള്ളത്, അമ്പിയാവിൻ്റെ ബാത്തിന് അത് വിലായത്താണ്. ആ വിലായത്തിൻ്റെ സ്വഭാവം, അതായത് ഇസ്തിഖാമത്ത്, ഇസ്തിഖാമത്ത് ദറജത്തുൻ ല യുതീഖഹ ഇല്ലൽ അകാബിർ, അത് വലിയവർക്കേ ഉണ്ടാക്കി തീർക്കാൻ കഴിയുള്ളൂ എന്നാണ്. അതുകൊണ്ട് നമ്മൾക്ക് ഉണ്ടാക്കാൻ പാടില്ല എന്നല്ല. ഇസ്തഖീമു വലം തുതീഖൂതാണ്. ഇസ്തിഖാമത്തിൽ നിങ്ങൾ ഉണ്ടാക്കണം, പക്ഷെ അതിന് നിങ്ങൾ കഴിയില്ല എന്ന് പറഞ്ഞാൽ നിങ്ങൾ സാധാരണ മനുഷ്യന്മാരായതുകൊണ്ട് അതിൻ്റെ പൂർണ്ണ രൂപത്തിൽ ഉണ്ടാക്കാൻ സാധിച്ചോളുന്നില്ല. അപ്പോൾ ഇസ്തിഖാമത്തിനെ നിലനിർത്തിക്കൊണ്ടിട്ട് ആ ഇസ്തിഖാമത്തിൻ്റെ സ്വഭാവം പൂർണ്ണമായി ഉണ്ടായിക്കൊണ്ട് മഹാന്മാരാവുന്ന അമ്പിയാക്കന്മാർ
ആ അമ്പിയാക്കന്മാരോടുള്ള ബന്ധം സ്ഥാപിച്ച് അൽ ഉലമാഉ വറസത്തുൽ അംബിയാ, അമ്പിയാക്കന്മാരുടെ വാരിസ്യങ്ങൾ ആ ഉലമാ ആണെന്ന് പറഞ്ഞല്ലോ. ആ ഉലമാ ആവാൻ വേണ്ടി നമ്മൾ ശ്രമിക്കുക. അതിന് അള്ളാഹു സുബ്ഹാനഹു വ തആല തൗഫീഖ് ചെയ്യട്ടെ. ഈ സ്ഥാപനത്തിന് അള്ളാഹു സുബ്ഹാനഹു വ തആല അന്നിൽക്ക് ഉയർത്തി തരട്ടെ. ഈ സ്ഥാപനത്തിൽ നിന്നും സനത് വാങ്ങി പുറത്തിറങ്ങുന്ന പണ്ഡിതന്മാർ അവർക്ക് ദീനിനെ ഖിദ്മത്ത് ചെയ്യാനുള്ള തൗഫീഖ് അള്ളാഹു സുബ്ഹാനഹു വ തആല നൽകട്ടെ. ഈ സ്ഥാപനത്തിനെ സഹായിക്കുന്ന എല്ലാവരെയും അള്ളാഹു സഹായിക്കട്ടെ. ഈ സ്ഥാപനത്തിൽ പഠിക്കുന്നവരും പഠിപ്പിക്കുന്നവർക്കൊക്കെ അള്ളാഹു സുബ്ഹാനഹു വ തആല എല്ലാ നിലക്കുള്ള ഖൈറിനെയും ബർക്കത്തിനെയും ചൊരിഞ്ഞിട്ട് നമ്മളെ ഈ സമ്മേളനം അള്ളാഹു സുബ്ഹാനഹു വ തആല കബൂൽ ചെയ്യട്ടെ. ഈ സദസ്സിനെ അള്ളാഹു കബൂൽ ചെയ്യട്ടെ. നമ്മൾക്കൊക്കെയുള്ള ആഖിബത്ത് അള്ളാഹു ഒന്നാക്കി തരട്ടെ. അള്ളാഹു എല്ലാ ഷർറുകളിൽ നിന്നും നമ്മളെ കാത്തുരക്ഷിക്കട്ടെ. അള്ളാഹു സുബ്ഹാനഹു വ തആല ദുനിയാവിലും ആഖിറത്തിലും നമ്മളെ ഇസ്സത്തിലാക്കി തരട്ടെ എന്ന് ദുആ ചെയ്തുകൊണ്ട് യോഗം ഉദ്ഘാടനം ചെയ്തതായി പ്രഖ്യാപിക്കുന്നു. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി.